അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമസ്കരിക്കാത്തവരെ കൊന്നുകളയണമെന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ? കാരണം നമ്മുടെ നാട്ടിലെ പല നിരീശ്വരവാദികളും പറയുന്നു നിസ്കരിക്കാത്തവരൊക്കെ കൊന്നുകളയാനാണ് മുസ്ലിങ്ങൾ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. നാം മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൽ കൊലപാതകം വലിയ തിന്മയാണ്. വൻ പാപത്തിൽ എണ്ണുമ്പോൾ ഖത്ലുൻ നഫ്സ്, മനുഷ്യവധം വലിയ പാപമായിട്ട് പരിചയപ്പെടുത്തിയ മതമാണ് ഇസ്ലാം. മാത്രമല്ല, വിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം 32-ാമത്തെ വചനത്തിൽ പറയുന്നത് മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ്, അകാരണമായി മനുഷ്യനെ കൊന്നാൽ ഫകഅന്നമ ഖതല നാസ ജമീഅ, എല്ലാവരെയും കൊല്ലുന്നതിന് തുല്യമാണ്. വമൻ അഹ്യാഹ, ഒരാളെ ജീവിക്കാൻ അനുവദിച്ചാൽ ഫകഅന്നമ അഹ്യ നാസ ജമീഅ, എല്ലാ മനുഷ്യരെയും ജീവിക്കാൻ അനുവദിക്കുന്നത് പോലെയാണ്. അപ്പോൾ കൊലപാതകം വലിയ തിന്മയാണ്. ഇനി ഇസ്ലാം വധശിക്ഷ നടത്താൻ പറഞ്ഞത് ആരോടാണ്? ഒരു ഗവൺമെന്റിനോട്, ഒരു കോടതിയോടാണ്. ഇസ്ലാമികമായ കോടതിയോടുള്ള കൽപ്പനയിൽപ്പെട്ടതാണ് വധശിക്ഷ എന്നുള്ളത്. ഏതൊക്കെ കാര്യങ്ങൾക്കാണ് ഇസ്ലാം വധശിക്ഷ പറഞ്ഞിട്ടുള്ളത്? നോമ്പ് പിടിക്കാത്തതിൻ്റെ പേരിൽ വധശിക്ഷ പറഞ്ഞിട്ടില്ല, നമസ്കരിക്കാത്തതിൻ്റെ പേരിൽ വധശിക്ഷ പറഞ്ഞിട്ടില്ല, കളവിൻ്റെ പേരിൽ വധശിക്ഷ പറഞ്ഞിട്ടില്ല. മറിച്ച് ഒന്ന്, വ്യഭിചാരി, വിവാഹിതനായ വ്യഭിചാരി, വിവാഹം കഴിച്ചിട്ടും പിന്നെയും വ്യഭിചാര പ്രവർത്തനങ്ങൾ നടത്തുന്ന പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ തെളിവോടുകൂടി കൃത്യമായി പിടിക്കപ്പെട്ടാൽ വധശിക്ഷ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മതം മാറി എന്നതുകൊണ്ട് മാത്രമല്ല, മതം മാറുകയും എന്നിട്ട് നിലവിൽ അവിടെയുള്ള ഇസ്ലാമിക വ്യവസ്ഥക്കെതിരെ മറ്റുള്ളവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രൂപത്തിൽ നിന്ന നടത്തുകയും ചെയ്യുന്ന ആളുകളെ ഇസ്ലാമിക കോടതിക്ക് അവരുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ മതം മാറി എന്നതുകൊണ്ട് മാത്രമല്ല, മതത്തെ അവഗണിക്കുക, മതത്തെ കുറ്റപ്പെടുത്തുക, ജനങ്ങൾക്കിടയിൽ പ്രയാസങ്ങൾ സൃഷ്ടിക്കുക, അങ്ങനെ ചെയ്യുന്നവരെ മൻ ബദ്ദല ദീനഹു ഫഖ്തുലൂഹു, മതഭ്രഷ്ടി നടത്തിയവരെ ആ അടിസ്ഥാനത്തിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കാമെന്ന ഹദീസിലുണ്ട്. ഇതൊരു സംഘടനക്കോ ഒരു ഗ്രൂപ്പിനോ ഒരു പ്രസ്ഥാനത്തിനോ ഉള്ള കൽപ്പനയല്ല. ഇസ്ലാമിക ശരീഅ സംവിധാനമുള്ള, ഉദാഹരണത്തിന് സൗദി അറേബ്യ പോലെയുള്ള രാജ്യത്തിൻ്റെ കോടതിയോടുള്ള ഹദീസുകളിലെയും ഖുർആനിൻ്റെയും കൽപ്പനയാണ്. അല്ല വ്യക്തികൾക്ക് ചെയ്യാവുന്ന, ഒരു ഗോത്രത്തലവന് ചെയ്യാനുള്ള കൽപ്പനയല്ല. ഒരു ഇസ്ലാമിക ശരീഅ കോടതിയുടെ നിയമമാണ് ഈ പറയുന്നത്. അതേപോലെ തന്നെ ഒരാളെ മനഃപൂർവ്വം കൊന്നു, ഒരാളെ ഒരു കാരണവുമില്ലാതെ ഒരു നിരപരാധിയായ ഒരു സാധുവിനെ കൊന്നു എന്ന് കരുതുക. ഒരു ഇസ്ലാമിക രാജ്യത്ത് ഒരു കൊലപാതകം നടത്തിയാൽ ജീവപര്യന്തമല്ല അവന്റെ ശിക്ഷ, മറിച്ച് ഖുർആൻ പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുൽ ഖിസാസ് ഫിൽ ഖത്ൽ അൽ ഹുർറു ബിൽ ഹുർരി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസാ ബിൽ ഉൻസാ. 2-ാം അധ്യായം 178-ാമത്തെ വചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഒരാളെ കൊന്നാൽ വധശിക്ഷയാണ് അതിൻ്റെ ശിക്ഷ എന്നുള്ളതാണ്, ജീവപര്യന്തമല്ല വധശിക്ഷ. അതേപോലെ തന്നെ വഴിക്കൊള്ള നടത്തല്, ഒരു സ്ഥലത്തുകൂടി നടന്നുകൂടെ കൊള്ളയടിക്കുക, അവരെ പിടിച്ചാൽ 5-ാം അധ്യായം 33-ാമത്തെ ആയത്ത് പ്രകാരം അവരെയും വധശിക്ഷയ്ക്ക് വിധേയമാക്കണമെന്നാണ്. ചാരപ്പണി, രാജ്യത്തിനെതിരായി ചാരപ്പണി ചെയ്യുക, ഇസ്ലാമിക നിയമപ്രകാരം ഇസ്ലാമിക രാജ്യത്തിനെതിരെ ചാരപ്പണി നടത്തുന്ന ആളുകളെ ജയിലിട്ടാൽ പോരാ, അവരെ വധശിക്ഷ നടപ്പിലാക്കണമെന്നുള്ളതാണ്. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച വധശിക്ഷ എന്ന് പറയുന്നത്. അതല്ലാതെ നിസ്കരിക്കാത്തവന് വധശിക്ഷ, നോമ്പ് പിടിക്കാത്തവന് വധശിക്ഷ, സക്കാത്ത് കൊടുക്കാത്തവന് വധശിക്ഷ, ഹജ്ജ് ചെയ്യാത്തവന് വധശിക്ഷ, ഈ രൂപത്തിൽ അങ്ങനെ ഒരു വധശിക്ഷ ഇസ്ലാമിലില്ല. കൃത്യമായ തെളിവോടുകൂടി ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യപ്പെടുന്ന പക്ഷം ഇസ്ലാമിക ശരീഅ കോടതിക്ക് വധശിക്ഷ നടപ്പിലാക്കാം. അത് ഇസ്ലാമിക ഭരണമുള്ള രാജ്യങ്ങളിലെ കോടതികളുള്ള കൽപ്പനയാണ്. അതൊരു പ്രസ്ഥാനത്തോടോ സംഘടനയോടോ ഗ്രൂപ്പിനോടോ ഒരു ഗ്രാമത്തലവനോടോ ഉള്ള കൽപ്പനയല്ല. അത് ഇസ്ലാമിക ശരീഅ കോടതിയോടുള്ള കൽപ്പനയാണ് എന്നുകൂടി മനസ്സിലാക്കുക. ഇതാണ് ഈ വിഷയത്തിലുള്ളത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.